മാളയിൽ പള്ളി വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞ വ്യാപാരിയെയും കുടുംബത്തിനെയും മർദ്ദിച്ച് ഭക്ഷണശാല അടിച്ചു തകർത്തു. 4 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഉച്ചവരെ കുഴൂരിൽ കടകൾ അടച്ചിടും. ആളൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തലോർ സ്വദേശി സുജി, മകൾ നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു. വെള്ളിത്തിരുത്തി സ്വദേശി അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് പരിക്കേറ്റത്. കാർ ഓടിച്ച കടങ്ങോട് സ്വദേശി ബോബൻ അറസ്റ്റിൽ. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പാവർട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ബണ്ട് ബലപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തുക അനുവദിച്ചു. ജനകീയ സഹകരണത്തോടെ ബണ്ട് ബലപ്പെടുത്തൽ ആരംഭിച്ചു. നിർമ്മാണത്തിലിരിക്കെ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കുന്നു. തകർച്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മാളയിൽ പള്ളി വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞ വ്യാപാരിയെയും കുടുംബത്തിനെയും മർദ്ദിച്ച ശേഷം ഭക്ഷണശാല അടിച്ചു തകർത്തു. 4 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഉച്ചവരെ കുഴൂരിൽ കടകൾ അടച്ചിടും. തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ സമീപത്തെ ആൻഡപ്പന്റെ കട എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് ശനിയാഴ്ച രാത്രി 8:30 ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പരിക്കേറ്റ കടയുടമ പാറേക്കാട്ടിൽ ആന്റണി, ഭാര്യ കുസുമം, മക്കളായ അബിൽജിത്ത്, അമർജിത്ത് എന്നിവർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അത്രയൊരു 8:15 ഉണ്ടാവും. അച്ഛനെ ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ ആള് ചെന്നിട്ട് അവരോട് പോകാൻ പറഞ്ഞു. അച്ഛൻ്റെ വഴിക്ക് പോകട്ടെ, നിങ്ങൾ മാറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ ആളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ആളെ ആക്രമിക്കണ ചെയ്ത. അപ്പോൾ പിള്ളേർ രണ്ടുപേരും മുകളിൽ ആയിരുന്നു. അവർ ഒച്ചയായിട്ട് താഴത്തേക്ക് വന്ന് പിള്ളേരെ ഇടിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞൊരു റോട്ടിൽ നിന്ന് കടയിലേക്ക് വന്ന് സോഡാ കുപ്പിയുടെ കേസ് ഇരിക്കണ്ടായി. അതിൽ നിന്ന് സോഡാ കുപ്പി എടുത്ത് ആ കുപ്പിയും കൊണ്ട് അടിച്ചു. അപ്പോൾ തലയ്ക്കാണ് അടിക്കാൻ പോയി. അപ്പോൾ മൂത്ത മോൻ കൈ കൊണ്ട് തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ കീമ അത് കൊണ്ടിട്ട് അവിടെ ചതഞ്ഞടക്കിയാണ് കൈയൊക്കെ. അതിൽ ഡേവിസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ആ കമ്പിവടിയും കൊണ്ട് കടയിൽ കയറി കട ആകെ തല്ലി തകർത്ത്. സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ പോൾ പാറമ്പേത്തിന് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത്. സംഭവം അറിഞ്ഞ് മാള SI CK സുരേഷും സംഘവും സ്ഥലത്തെത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല. പാറേക്കാട്ട് ഡേവിസ് എന്ന് പറഞ്ഞ ആൾ ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസിന് ലൈറ്റ് ഉണ്ടായില്ല, നമ്മൾ പള്ളി പറയാനോ നമുക്ക് പറയാൻ. പള്ളി പറയാനില്ല, ഇവിടെ നിന്ന് പറയാനാണ് ഞങ്ങൾ വന്നേക്കണേ. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞു തുടങ്ങി. ഇത് കഴിഞ്ഞ് ഭീഷണിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലത്ത് താക്കോൽ വിളിക്കാൻ നോക്കി. അപ്പം ഞാൻ കേൾപ്പിടിച്ചു, ഇനി കളി മാറിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തെക്കും വന്നു കൂടി ഇപ്പോൾ കടയിൽ നിന്ന് ആൻ്റെ ഇറങ്ങി വന്നിട്ട് വടക്കണ്ടാക്കണ്ട ചപ്പോൾ കോട്ടയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തലേ നിൽക്കാൻ താട്ടെന്ന് വെച്ചിട്ട് അങ്ങേരെ ടാറ്റർ റോട്ടിലേക്ക് സ്ഥലത്തിട്ടു. അത് എപ്പോഴേക്കും മക്കൾ വന്നു. അവർ സോഡ കുപ്പിയും ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. ഏകദേശം 1/2 മണിക്കൂറോളം കൊലവിളി നടത്തി. അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് പള്ളി തിരുനാൾ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പരിക്കേറ്റവരുടെയും ഫാദർ പോൾ പാറമ്പേത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അക്രമ സംഭവത്തിൽ ഡേവിസ്, ലിനു, ഷൈജു, ലിൻസൺ എന്നിവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ആന്റണിയുടെ മാലയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതിനും കടയിലുണ്ടായ നാശനഷ്ടത്തിനും 1,20,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും FIR-ൽ പറയുന്നു. വ്യാപാര സ്ഥാപനത്തിൽ കയറി ആക്രമണം നടത്തി കടയുടമയെയും കുടുംബത്തെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുഴൂർ യൂണിറ്റിൽ തിങ്കളാഴ്ച ഉച്ചവരെ കടകൾ അടച്ചിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. TCV മാള. ആളൂരിൽ യുവതിയെയും 5 വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ കദളിച്ചിറ റോഡിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തലോർ സ്വദേശി കണ്ടംകുളത്തി സജിത്തിന്റെ ഭാര്യ 32 വയസ്സുള്ള സുജി, മകൾ നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും വീടിനുള്ളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഡ്രൈവറായ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. 1.5 മാസം മുമ്പാണ് ഇവർ ആളൂരിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. യുവതിയുടെ സ്വദേശം വലപ്പാടാണ്. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആളൂർ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു. വെള്ളിത്തിരുത്തി കുന്നംകാട്ടിൽ വീടിന്റെ
ലിഫ്റ്റിൽ അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് പരിക്കേറ്റത്. ചൂണ്ടൽ ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വരികയായിരുന്ന കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അപകടത്തിനിടയാക്കിയ കാറിന്റെ ഡ്രൈവർ കടങ്ങോട് സ്വദേശി ബോബനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യപിച്ചിരുന്നതായി സംശയമുണ്ട്. എരുമപ്പെട്ടി പഴവൂർ റോഡിൽ സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി തലശ്ശില്ലത്ത് വളപ്പിൽ രാഹുലിനാണ് പരിക്കേറ്റത്. പഴവൂരിലേക്ക് തിരിയുകയായിരുന്ന പിക്കപ്പ് വാനിൽ നെല്ലുവായിൽ നിന്നും വരികയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ രാഹുലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ തിടപ്പിള്ളിയുടെയും ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ ക്ഷേത്ര മേൽശാന്തി നട തുറക്കുവാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരിയിൽ മോഷണശ്രമത്തിനിടെ യുവാവ് പിടിയിൽ. ഓട്ടുപാറയിലെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് ചെമ്പ് കമ്പി ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുന്നതിനിടെയാണ് നാട്ടുകാർ യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മുള്ളൂർക്കര ചെറുപറമ്പിൽ സന്തോഷാണ് പിടിയിലായത്. വടക്കാഞ്ചേരി CI റിജിൻ M തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മേഖലയിൽ നിന്ന് കംപ്രസറും ബാറ്ററിയും ഉൾപ്പെടുന്ന നിരവധി മോഷണങ്ങൾ അടുത്തിടെ നടന്നിരുന്നു. പാവർട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയായ 8ാം വാർഡിൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ താൽക്കാലിക നടപടിയായി. വാർഡ് മെമ്പർ MT മണികണ്ഠന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെയാണ് ബണ്ട് ബലപ്പെടുത്തുന്നത്. യന്ത്രസഹായത്താൽ പുഴയിൽ നിന്ന് ചെളികോരി പുഴബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വാർഡിലെ ഹരിതസഭയും സഹായത്തിനായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദേശം സംരക്ഷിത വനമാക്കി കരട് വിജ്ഞാപനം വന്നതിനാൽ വനംവകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയാണ് ബണ്ട് ബലപ്പെടുത്തുന്നതെന്ന് വാർഡ് മെമ്പർ MT മണികണ്ഠൻ പറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിനുള്ള കാരണം ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നായിരുന്നു. അതിനെ താൽക്കാലികമായി ഒന്ന് ചെയ്യാൻ നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് ഇവിടെ താൽക്കാലികമായ തടകണ്ണകൾ നിർമ്മിപ്പിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചു. വരും കാലങ്ങളിൽ അവരുടെ ജനകീയമായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഹരിതസഭ, നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിലുള്ള ഹരിതസഭയുടെ ആഭിമുഖ്യത്തിൽ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. ശിങ്കാരി ചീപ്പിന് സമീപം 200 മീറ്റർ ദൂരത്തിൽ 5 അടി ഉയരത്തിലാണ് പുഴബണ്ട് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു. ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുകയും വിവിധ കൃഷികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര സാമ്പത്തിക സഹായമായി പഞ്ചായത്ത് 10,000 രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് അറിയിച്ചു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ മണികണ്ഠൻ ഇടപെട്ട് പുഴയിൽ നിന്ന് മണ്ണുകോരി ബണ്ട് ബലപ്പെടുത്തുന്നത്. TCV ന്യൂസ്, പാവറട്ടി. നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കുന്നു. കെട്ടിടം തകർന്നു വീഴാൻ കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും നിർമ്മാണത്തുക തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം നിരാകരിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2005-2010 കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം സർക്കാർ ഭൂമിയിൽ 5 മുറികളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിച്ചിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എളുപ്പം വിറ്റഴിക്കാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഗുണഭോക്തൃ സമിതി ശരിയായ വിധം നിർമ്മാണം നടത്താത്തതാണ് കെട്ടിടം തകർന്നു വീഴാൻ കാരണമായതെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. ഇന്നത്തെ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലെ 20 വർഷം മുന്നേ പണിത കെട്ടിടമാണ്.
ഈ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നിർമ്മാണം ഏൽപ്പിച്ച വ്യക്തികളെല്ലാം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അനേകം ആക്ഷേപങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു നീക്കുകയാണ്. അഴിമതിയുടെ ഏറ്റവും വ്യക്തമായ തെളിവോട് കൂടി നിൽക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കും. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ചെയ്ത അഴിമതി ഒരിക്കലും മാറിപ്പോകില്ല. കെട്ടിടം തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണവും സാങ്കേതിക തകരാറുകളും ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. TCV പാവർട്ടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഫെബ്രുവരി 5 വരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല. 1 മാസം വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. 1 മാസത്തിനകം വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. ഇതിനായി വിദഗ്ധ സമിതിയെ തീരുമാനിക്കും. വെങ്കിടങ്ങ് തോയക്കാവ് കാളിയാമാക്കലിൽ വീട് കത്തിനശിച്ചു. കുണ്ടുവീട്ടിൽ വാസുവിന്റെ വീടാണ് ശനിയാഴ്ച രാത്രി കത്തിനശിച്ചത്. വീട്ടുകാർ സമീപത്തെ ക്ഷേത്രോത്സവത്തിന് പോയതിനാൽ അപകടം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വീട്ടുപകരണങ്ങളും രേഖകളും പൂർണ്ണമായി കത്തിനശിച്ചു. ഗുരുവായൂരിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പാവർട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം നേടി. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും 3 ആനകളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ ഇന്ദ്രസൻ തിടമ്പേറ്റി. പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും, തിരിച്ചെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിലെത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളി പറചെരിഞ്ഞു. ഭക്തജനങ്ങളുടെ വഴിപാടായി 1500ഓളം പറകളാണ് ഒരുക്കിയിരുന്നത്. തുടർന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ കുളപ്രദക്ഷിണം നടത്തി. താലപ്പൊലിയുടെ ഭാഗമായി മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും അരങ്ങേറി. കാലങ്ങളായി തകർന്നു കിടക്കുന്ന വരന്തരപ്പിള്ളി കിഫ്ബി റോഡിലെ അറ്റകുറ്റപ്പണികൾ പ്രഹസനമാകുന്നു. 1 കോടി മുടക്കിയിട്ടും ടാറിടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. കുണ്ടും കുഴിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായിരുന്ന പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡിൽ ആവശ്യത്തിന് ടാറിടാതെ കുഴികളടയ്ക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വലിയ കുഴികളിൽ പേരിന് മാത്രം ടാറിട്ട് കരിങ്കൽ നിറച്ചാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകുന്ന റോഡിൽ കൃത്യമായി ടാറിട്ട് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച ഇത് കുഴിയടക്കൽ പരിപാടികൾ നടന്നായിരുന്നു. അവിടെ വെറുതെ ടാറൊന്നും ഉപയോഗിക്കാതെ വെറുതെ വലിയ ബോൾ മെറ്റൽ കൊണ്ടിട്ട് കുഴികളെല്ലാം അവർ ക്ലിയർ ചെയ്ത് അതിന്റെ മേലെ ചെറിയ ചിപ്സ് പോലുള്ള ഇത് ഇട്ട് റോളർ ഓടിച്ചു. ഒരാഴ്ച പോലും ഇത് നിൽക്കില്ല. വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. 26 കിലോമീറ്റർ ആമ്പല്ലൂർ ചിമ്മിനി റോഡിൽ 11 കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ഈ ദുരവസ്ഥ. ഇതിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയും പാലപ്പിള്ളി മുതൽ ചിമ്മിനി വരെയും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ്. ഇവിടെയാകട്ടെ റോഡുകൾ മികച്ച നിലവാരത്തിലുള്ളതുമാണ്. പള്ളിക്കുന്ന് പാലപ്പിള്ളി ഭാഗത്തെ അറ്റകുറ്റപ്പണികളുടെ ചുമതല കിഫ്ബിക്കാണ്. തകർന്ന കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവായിരുന്നു. പരാതികൾ ഏറിയപ്പോഴാണ് റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് പൊതുമരാമത്ത് വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചത്. TCV പുതുക്കാട്. എടത്തിരിഞ്ഞി കാക്കത്തുരുത്തിയിൽ വീട്ടിൽ പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന 8 സംഘത്തെ കാട്ടൂർ പോലീസ് പിടികൂടി. സംഭവത്തിൽ കയ്പമംഗലം സ്വദേശി ബിജു അന്തിക്കാട്ട്, എടത്തിരിഞ്ഞി സ്വദേശികളായ ദിലീപ് കൊരട്ടിപ്പറമ്പിൽ, ഡാനിഷ് മേനോത്തുപറമ്പ്, SN പുരം സ്വദേശികളായ സുരേഷ് വൻപറമ്പിൽ, കലേഷ് അടിപ്പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ചള്ളിയിൽ, കൊരട്ടി സ്വദേശി ജോർജ് എടത്തിപ്പറമ്പൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാക്കത്തുരുത്തി കൈമാപ്പറമ്പിൽ രാജുവിന്റെ വീട്ടിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 78,780 രൂപ പിടിച്ചെടുത്തു. കാട്ടൂർ SHO ER ബൈജുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SI രമേശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CG ധനേഷ്, ജിതേഷ്, ഷൌക്കർ, CPOമാരായ നിതിൻ, ഹരീഷ് എന്നിവരാണ് സംഘത്തെ പിടികൂടിയത്. മാള പൂപ്പത്തിയിൽ കുളം കയ്യേറി നികത്തിയ സ്ഥലത്ത് ഒരുക്കിയ ഉല്ലാസ കേന്ദ്രവും ഇരിപ്പിടങ്ങളും കാട് കയറി നശിക്കുന്നു. പൊയ്യ പഞ്ചായത്തിന് കീഴിലുള്ള പൂപ്പത്തി കടാങ്കുളത്തിനോട് ചേർന്നാണ് നികത്തിയെടുത്ത ഭാഗത്ത് ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുളം അല്പം മെലിഞ്ഞെങ്കിലും ആളുകൾക്ക് ഇരിക്കാനും ഉല്ലാസത്തിനും ഒരിടമായെന്ന് 1 വർഷം മുമ്പ് വരെ ആശ്വസിച്ചവർ പോലും ഈ കാടുകയറിയ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച നീളത്തിലുള്ള 2 ഇരിപ്പിടങ്ങൾ കാടുമൂടിക്കിടക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കുളത്തിന്റെ ഒരു ഭാഗം നികത്തി ടൈൽ വിരിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൃഷ്ണൻകോട്ട നെടുമ്പാശ്ശേരി റോഡിനോട് ചേർന്ന് പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലാണ് കാടുകയറിയ ഉല്ലാസ കേന്ദ്രമുള്ളത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ കുളത്തിന്റെ വിസ്തൃതി നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് കുറച്ചത്. കുളത്തിലെ ജലവിധാനം സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിരുന്നു. പ്രദേശത്തെ കുടിവെള്ളത്തിനൊപ്പം നെൽകൃഷിക്ക് പ്രയോജനം ലഭിക്കുന്നതായിരുന്നു കാടാംകുളത്തിലെ വെള്ളം. കുളത്തിൽ ശേഖരിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് 4/1 കുറച്ചാണ് ഒരു ഭാഗം നികത്തിയെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. വെള്ളത്തേക്കാൾ പ്രാധാന്യം കുളത്തിനോട് ചേർന്നുള്ള ഉല്ലാസ കേന്ദ്രത്തിനാണെന്ന വാദത്തിലാണ് നിർമ്മാണം നടത്തിയത്. TC വിനോസ്, മാള. നാദസ്വര വിദ്വാൻ മങ്ങാട്ട് ഗോവിന്ദൻകുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 60 വർഷത്തിലേറെ കാലമായി നാദസ്വര കലയിലെ പ്രാമാണികരിൽ ഒരാളായിരുന്നു ഗോവിന്ദൻകുട്ടി. അച്ഛൻ മങ്ങാട്ട് കുട്ടനിൽ നിന്നും കുട്ടിക്കാലത്ത് തന്നെ നാദസ്വര വിദ്യയിൽ പ്രാവീണ്യം നേടി. ഉത്സവപ്പറമ്പുകളിൽ ആരാധകരെ വിസ്മയിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത കലാകാരനാണ് ഗോവിന്ദൻകുട്ടി. നിരവധി അംഗീകാരങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങിയ മികച്ച കലാകാരനായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് നന്ദിപുലത്തെ വീട്ടുവളപ്പിൽ നടക്കും. എറവ് സെന്റ് തെരാസസ് കപ്പൽ പള്ളിയിലെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായി. തിരുനാൾ ദിവ്യബലിക്ക് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ കാർമ്മികനായി. തുടർന്ന് ഇടവകയിലെ വീടുകളിൽ തയ്യാറാക്കിയ തിരുനാൾ ഭക്ഷണം സ്നേഹത്തിന്റെ പൊതിച്ചോറായി പള്ളിയിൽ സമർപ്പിച്ചു. തുടർന്ന് ജില്ലയിലെ വിവിധ അനാഥാലയങ്ങളിൽ തിരുനാൾ ഭക്ഷണം നൽകി. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫരീദാബാദ് രൂപതയിലെ ഫാദർ ജിതിൻ വടക്കേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം രൂപതയിലെ ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ വചന സന്ദേശം നൽകി. ഫാദർ ജിജോ മുത്തനാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ വേലുക്കാരൻ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് വിശ്വാസ പ്രദക്ഷിണം നടന്നു. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊഴപ്പാട്ട് അയ്യപ്പന്റെ വസതിയിൽ നിന്ന് 6-ന് രാവിലെ ജാറം അങ്കണത്തിൽ എത്തിച്ചേരും. എടക്കഴിയൂർ ഹൈദ്രോ സിമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 167ാമത് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയാണ് 6-7 തീയതികളിൽ ആഘോഷിക്കുന്നത്. 15ഓളം കാഴ്ച കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 ദിവസങ്ങളിൽ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി തിരുമുൽ കാഴ്ചകളും മറ്റ് അനവധി ദേശനാട്ടുകാഴ്ചകളും ജാറം അങ്കണത്തിൽ എത്തിച്ചേരും. പ്രസിഡന്റ് ഇല്യാസ് കൊടിയേറ്റം നിർവഹിക്കും. SHO VV വിമലിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി വിവിധ കാഴ്ച കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം ചേർന്നിരുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വടക്കുഭാഗം നേർച്ച ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ബഷീർ തങ്ങൾ പറഞ്ഞു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെ ദർശന തിരുനാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് നവവൈദികൻ ബ്രിൽവിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ അജിൽ മാങ്ങൻ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ ദിവ്യബലിയെ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവുമുണ്ടായി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കൂട്ടിൽ, ട്രസ്റ്റിമാരായ പയസ് ഒ പുലിക്കൂട്ടിൽ, KJ വിൻസെന്റ്, OJ ഷാജൻ, NK വിൻസെന്റ്, CJ സണ്ണി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അനിൽ പുതുശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോൾ കള്ളിക്കാടൻ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴയുമുണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ സിൻഡോ മാടവന, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, കുടുംബസമ്മേളന ഭാരവാഹികൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.
കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. തൃശൂർ ഫാമിലി അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ ആരംഭിച്ച വിളംബര ജാഥ ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 12, 13, 14 തീയതികളിലാണ് തിരുനാൾ. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 36,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് കക്കാട് രാജപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക അരങ്ങേറി. ട്രിപ്പിൾ കേളി, ട്രിപ്പിൾ കൊമ്പുപറ്റ്, ട്രിപ്പിൾ കുഴൽപ്പറ്റ് എന്നിവയുമുണ്ടായി. 12,008 നാളികേരം ഒരേ ഇരിപ്പിൽ ഇരുന്ന് എറിഞ്ഞുടച്ചുകൊണ്ട് പാട്ടിന് നേതൃത്വം നൽകിയ വൈശ്ശേരി സ്വദേശിയും കോമരവുമായ കാരക്കൂറ രാമചന്ദ്രൻ നായർക്ക് അംഗീകാരം നൽകാൻ ടൈം വേൾഡ് റെക്കോർഡ് അധികൃതരും എത്തിയിരുന്നു. കൂറ വലിച്ചതോടെ വേട്ടേക്കാരൻ പാട്ട് സമാപിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ സെബസ്തിനോസിന്റെ തിരുശേഷിപ്പ് വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഏറ്റുവാങ്ങി. ഇരുചക്രവാഹന അകമ്പടികളോടെ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ജൂബിലി പതാക ഉയർത്തലും തിരിതെളിയിക്കലും തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ശംഷാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ നിർവഹിച്ചു. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള സഹായധന വിതരണവും ഇടവകയിലെ 155 ഭവനങ്ങളുടെ ലഹരി വിമുക്ത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ, ഫാദർ ചെറിയാൻ മാളിയേക്കൽ എന്നിവർ സഹകാർമ്മികരായി. കുടുംബ കൂട്ടായ്മ കൺവീനർ EJ ജെയിംസ്, ജോസ് ആലപ്പാട്ട്, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഏകാദശി സംഗീതാർച്ചനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു. ദേവസ്വം പ്രസിഡന്റ് E കൃഷ്ണൻ, ഡോക്ടർ MR ദീപ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പിൽ സൌജന്യ മരുന്ന് വിതരണവും നടത്തി. ക്യാമ്പിന് സെക്രട്ടറി അഡ്വക്കേറ്റ് MC മനോജ് കുമാർ, രാമചന്ദ്രൻ കടവിൽ, CR വേണുഗോപാൽ, വിജയകുമാർ, ദാമോദരൻ ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദേവസഭയുടെ 49ാമത് സെന്റർ കൺവെൻഷൻ സമാപിച്ചു. പോർക്കുളം രഹബോത്ത് നഗറിൽ 4 ദിവസമായി നടന്ന യോഗങ്ങൾ സൺഡേ സ്കൂൾ സമ്മേളനത്തോടെയാണ് സമാപിച്ചത്. സമാപന പൊതുസമ്മേളനം IPC സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ രാജു ആനിക്കാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് കർത്തൃമേശയ്ക്ക് നേതൃത്വം വഹിച്ചു. പാസ്റ്റർ MJ ഡേവിഡ് പ്രഭാഷണം നടത്തി. 3 ദിവസങ്ങളിലായി നടന്ന രാത്രി യോഗങ്ങളിൽ പാസ്റ്റേഴ്സ് രുചി ശാസ്താംകോട്ട, ജോ തോമസ്, ജെയിംസ് ജോർജ് ഉമ്മൻ എന്നിവർ സംസാരിച്ചു. മരിക്കുമ്പോൾ വന്ന് വാദോരാതെ വന്ന് പറയുമല്ലോ, കൂടെ നിൽക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്, പരീക്ഷന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. പരീക്ഷന്മാർ ആരാണ്? അവർ പുനരുദ്ധാനവും എല്ലാ ദൂതന്മാരും എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടമാണ്. മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ മുതൽ അഴിമുഖം വരെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ വേലിയേറ്റം മൂലം പുഴയിൽ നിന്ന് വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ശ്രമം ഉണ്ടാകുമെന്ന് വാർഡ് മെമ്പർ ഷെമീറ ഷെരീഫ് പറഞ്ഞു. ഇവിടങ്ങളിലെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം TCV ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്ന് TCVയോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു. പുഴഭിത്തി കെട്ടാൻ 36 ലക്ഷം രൂപ പാസായി കിടക്കുന്നുണ്ടെന്നും താൽക്കാലികമായി വെള്ളം കയറുന്നത് തടയാൻ പുഴയിൽ നിന്ന് മണൽവാരി കരക്കിടുവാൻ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മെമ്പർ പറഞ്ഞു.
കുടിവെള്ളം എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങളിലും ഒപ്പമുണ്ടാകുമെന്നും പരിഹാരങ്ങൾ കണ്ടെത്തുമെന്നും മെമ്പർ കൂട്ടിച്ചേർത്തു. എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് JCB അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് മണ്ണും ചെളിയും കോരി താൽക്കാലികമായി അവിടെ ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് പഴവിത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ട് 36 ലക്ഷം ഓൾറെഡി പാസ്സായി കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ അടുത്ത് തന്നെ സ്റ്റാർട്ടാവും. പക്ഷെ ആ പണി തുടങ്ങുന്നതിന് മുന്നേ താൽക്കാലികമായിട്ട് അവിടെ ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ പുഴയിൽ നിന്ന് മണ്ണും ചെളിയും കോരിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ JCBക്കാരൻ്റെ മകൻ്റെ കുട്ടിക്ക് കൈയൊടിഞ്ഞിട്ട് എന്തോ ഒരു പ്രശ്നം കാരണം ഇന്ന് നിൽക്കാന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ ഇന്ന് നിൽക്കില്ല, തിങ്കളാഴ്ച ഉറപ്പായിട്ടും ആ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം അവിടെ ഈ വെള്ളം കയറിയ ഇടങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന വെള്ളം പോലെ ഉപ്പായിട്ട് മാറിയ സാഹചര്യത്തിൽ കുടിവെള്ളം പഞ്ചായത്തിൽ നിന്ന് വണ്ടിക്ക് അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പഞ്ചായത്ത് സെക്രട്ടറിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരതിനെ പരിഹരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളത്തിന്റെ വിഷയം. അപ്പോൾ താൽക്കാലികമായിട്ട് ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ജനങ്ങൾ പറയുന്ന ഓരോ വിഷയത്തിലും ഇടപെടുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്. മുൻ മന്ത്രി PP ജോർജ് മാസ്റ്ററുടെ 17ാമത് ചരമവാർഷിക ദിനാചരണം പുതുക്കാട് സംഘടിപ്പിച്ചു. PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രജ്യോതി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെബി കുടിയൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA-മാരായ TV ചന്ദ്രമോഹൻ, MK പോൾസൺ, കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി തുടങ്ങിയവർ പങ്കെടുത്തു. എത്രയോ കാലങ്ങളായി പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശവും തൃശൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തോടെ ചിറ്റാട്ടുകര വിശുദ്ധ സെബസ്ത്യനോസിന്റെ കമ്പിടി തിരുനാളിന് തുടക്കമായി. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. പള്ളി തിരുമുറ്റത്തെ തേങ്ങാവിളക്ക് തെളിയിക്കൽ പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയും, പിണ്ടി തെളിയിക്കൽ പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ടും നിർവഹിച്ചു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ഫാദർ ജേസൺ പുതുപ്പള്ളിൽ, ട്രസ്റ്റിമാരായ ജോൺസൺ നീലങ്കാവിൽ, CK സെബി, CA ടോണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്രിസ്ത്യൻ പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആകാശനിലാവ്, ചാലക്കുടി ബ്രോ ഹൌസ് അവതരിപ്പിച്ച സംഗീത വിസ്മയം എന്നിവ വർണ്ണാഭമായി. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഇഗ്നേഷ്യസ് നന്ദിക്കര സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് തിരുശേഷിപ്പ് ആശീർവാദവും ആകാശവിസ്മയവും നടന്നു. വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ, കൈക്കാരന്മാരായ ജോയ് നടക്കാലൻ, ഐസക് കുറ്റിക്കാടൻ, ജനറൽ കൺവീനർ വർഗീസ് തെക്കേത്തല എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം എത്തിച്ചു നൽകുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ക്യാമ്പയിൻ CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KU വിവേക് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലിഷ ശങ്കർ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ, ശോഭ, മേഖലാ ട്രഷറർ രഞ്ജിത്ത്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാഹുൽ, മിഥുൻ, പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നും ശേഖരിച്ച 874 സ്നേഹപ്പൊതികളാണ് വിതരണം ചെയ്തത്. പുറമ്പോക്കുകളിൽ വീട് വെച്ച് താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളടക്കം എല്ലാവർക്കും പട്ടയം അനുവദിക്കണമെന്ന് പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
പുതുക്കാട് EMS സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ്, PKS ജില്ലാ കമ്മിറ്റി അംഗം അമ്പിളി സോമൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VS സുബീഷ്, PC സുബ്രൻ, AR ബാബു, PK രാജൻ, സിന്ധു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PK കൃഷ്ണൻകുട്ടി, PV മണി എന്നിവരെ തെരഞ്ഞെടുത്തു. അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് മികച്ച രീതിയിൽ സഹകരിച്ച 17 കാവടി സംഘങ്ങളുടെ ഭാരവാഹികൾക്കും അന്തിക്കാട് പോലീസിനും സ്വീകരണമൊരുക്കി. ക്ഷേത്രം പ്രസിഡന്റ് KN ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KS രമേശ് അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ പൂങ്കുന്നം, മണികണ്ഠൻ കുറുപ്പത്ത് എന്നിവരെ അന്തിക്കാട് SI അഭിലാഷ് ചടങ്ങിൽ ആദരിച്ചു. കോർഡിനേറ്റർ KV ഷാജു, ജോയിന്റ് സെക്രട്ടറി VK കണ്ണൻ, വൈസ് പ്രസിഡന്റ് VK പ്രേമൻ തുടങ്ങിയവർ പങ്കെടുത്തു. നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ യാത്രാ വാരത്തോടനുബന്ധിച്ച് ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ ചവിട്ടൽ മത്സരം നടത്തി. മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മത്സരം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സൈക്കിൾ ചവിട്ടി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർഡ് കൌൺസിലർ ബിബിത മോഹനൻ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഷാജൻ ആളൂർ, PI സൈമൺ, അസ്കർ കൊളംബോ, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷ വിഭാഗത്തിൽ PK സിജോയും വനിതാ വിഭാഗത്തിൽ ലിവ്യ ലക്ഷ്മിയും ജേതാക്കളായി. നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ടൗൺഹാൾ പരിസരത്ത് നൽകുന്ന സ്വീകരണത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി ഫാദർ ജിനിൽ കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ ചിറമൽ എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റിമാരായ PA സ്റ്റീഫൻ, ജോൺസൺ കാക്കശ്ശേരി, CK ജോയ്, ജോൺസൺ C തോമസ് എന്നിവർ പങ്കെടുത്തു. ജനുവരി 11, 12 തീയതികളിലാണ് തിരുനാൾ. ഈ പതാകമണമുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് കരുമത്ര ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ഡോക്ടർ രവീന്ദ്രൻ മൂർഖനാട്ടിൽ നിന്ന് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഓഫ് മെഡിസിൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ദേശകമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ തടത്തിൽ അധ്യക്ഷത വഹിച്ചു. അരീക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് ഭദ്രദീപം തെളിയിച്ചു. മച്ചാട് മാമാങ്കം ഉഴദേശ കമ്മിറ്റി ഭാരവാഹികളായ അശ്വിനി കണ്ണൻ, K ശിവദാസൻ, K രാമചന്ദ്രൻ, വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി, കരുമത്ര ദേശകമ്മിറ്റി സെക്രട്ടറി K സുധീഷ്, തിരുവാണിക്കാവ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AC കണ്ണൻ, വിവിധ ദേശകമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തൃശിവപേരൂർ തപസ്യ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തുഞ്ചൻ ദിനാചരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ TP സുധാകരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷാജു കളപ്പുരയ്ക്കൽ, TS നീലാംബരൻ, CC സുരേഷ്, N സ്മിത എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. കുട്ടികൾക്കായി ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ കളക്ഷനുമായി ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 9ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പാവർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാവർട്ടി സെന്ററിൽ കേരള ബാങ്കിന് എതിർവശത്തായാണ് ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 9ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ 7ാമത്തെ ഔട്ട്ലെറ്റാണിത്. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, പുലാമന്തോൾ എന്നിവിടങ്ങളിലും ഔട്ട്ലെറ്റുകളുണ്ട്. വസ്ത്രങ്ങളും കളിയുപകരണങ്ങളുമടക്കം കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. പൊന്നോമനകളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കിയുള്ള ഉൽപ്പന്നങ്ങളാണ് ലാമിയയുടെ പ്രത്യേകതയെന്ന് സ്ഥാപനയുടമ PMA ജബ്ബാർ പറഞ്ഞു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഞായറാഴ്ചയും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കും. ഉടമയുടെ പേരമക്കളായ അസാഫാത്തിം, ഹയാത്ത് അമറിൻ, അനായ റാഷിൻ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി ജുമാ മസ്ജിദ് ഖത്തീബ് ഖാലിദ് സ അദി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9072677766 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ പള്ളി വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞ വ്യാപാരിയെയും കുടുംബത്തെയും മർദ്ദിച്ച് ഭക്ഷണശാല അടിച്ചു തകർത്തു. 4 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഉച്ചവരെ കുഴൂരിൽ കടകൾ അടച്ചിടും. ആളൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തലോർ സ്വദേശി സുജി, മകൾ നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേറ്റു. വെള്ളിത്തിരുത്തി സ്വദേശി അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് പരിക്കേറ്റത്. കാർ ഓടിച്ച കടങ്ങോട് സ്വദേശി ബോബൻ അറസ്റ്റ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ മോഷണ ശ്രമത്തിനിടെ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പാവർട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ബണ്ട് ബലപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തുക അനുവദിച്ചു. ജനകീയ സഹകരണത്തോടെ ബണ്ട് ബലപ്പെടുത്തൽ ആരംഭിച്ചു. നിർമ്മാണത്തിലിരിക്കെ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കുന്നു. തകർച്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.